Friends, ഞാൻ നിമിഷ ലൈഫ് ബൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. How was your Onam? Hope you are writing the note of it. As I told you in the early classes that you have to write your daily routine, all the plannings that you wish to do in your diary. You are doing well. It will really improve your English. Now, what's the topic? Speak English without fear. Point is, don't afraid to make mistakes. Our goal is to deliver the message, not to speak fluent English with the right grammar and vocabulary. Even native English speakers make mistakes. One is practice. As I told you in the early classes, we have already discussed about it, right? So second point is practice. Point is think in English. എപ്പോഴും പറയുന്ന പോലെ മലയാളത്തിൽ ചിന്തിച്ച് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. Just directly think in English. Talk to yourself. The fourth point is talk to yourself. As I told you in the early classes, mirror practice ഞാൻ പറഞ്ഞിട്ടില്ലേ, മിററിൽ നോക്കി സംസാരിക്കുക. That is only. Just practice that. I'm going to share with you 2-3 tongue twisters that you have to practice at home. Okay? One is I scream, you scream, we scream for ice cream. Isn't it very interesting? Peter Piper picked a peck of pickled peppers. Third one is Betty Botter bought a bit of butter. Your first task is to follow the points that I told you and write it down in your notebook. Okay? Now, we are going to discuss about some prepositions that are very important in our daily life and we usually make mistakes on it. ഇംഗ്ലീഷ് നമ്മൾ ഫോളോ ചെയ്യുന്ന കാരണം ബേസിക് ആയിട്ടുള്ള ചില ഗ്രാമർ നമ്മൾ ഫോളോ ചെയ്തേ പറ്റത്തുള്ളല്ലോ. സം ബേസിക് ഗ്രാമർ ആൻഡ് ഈസി ഗ്രാമർ. അതായത് പ്രിപ്പോസിഷൻസ്, സം ഓഫ് ദം ആർ ലൈക്ക് ഓൺ, അറ്റ്, ഇൻ, ഇങ്ങനത്തെയൊക്കെ ചില കൺഫ്യൂഷൻസ് നമ്മൾ ഡെയിലി ലൈഫിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ. വളരെ സിമ്പിളാണ്, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഗിഫ്റ്റ് വ്ളോഗ് ഇട്ടിരുന്നു. ഗിഫ്റ്റ് വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ നോക്കാവുന്നതാണ്. ഗിഫ്റ്റ് വ്ളോഗിനകത്ത് ഞാനൊരു ഡയറി കാണിച്ചായിരുന്നു. കണ്ടവർ മനസ്സിലായി കാണും. ആ ഡയറിക്കകത്ത് എൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ്, എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ആ ഗ്രാമറിനകത്ത് ചില ഇമ്പോർട്ടൻറ്റ് പ്രിപ്പോസിഷൻസ് ഉണ്ട്, നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. പക്ഷേ ആ പിക്ചേഴ്സ് ഉള്ളത് കാരണം ഞാനത് ക്ലിപ്പിങ്സ് എടുത്തിട്ടുണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് നോക്കാം, നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. ഈ തന്നിരിക്കുന്ന പിക്ചറിൽ നോക്കിക്കേ, ഒരു ടേബിളിൻ്റെ പുറത്ത് ക്യാപ്പ് വെച്ചിരിക്കുകയാണ്. ക്യാപ്പ് അല്ലെങ്കിൽ ഹാറ്റ് ഇതാ കണ്ടോ, ടേബിളാണ് ഇത്. ടേബിളിൻ്റെ പുറത്ത് ഹാറ്റ് വെച്ചിരിക്കുക, പുറത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഓൺ ദി ടേബിൾ. അടുത്തതായി നിങ്ങൾക്ക് കാണാൻ പറ്റും, കുടയുടെ അടിയിൽ ഒരു ബോൾ കിടപ്പുണ്ട്. അതിനായി നമ്മൾ അണ്ടർ എന്നുള്ള പ്രൊപ്പോസിഷൻ ഉപയോഗിക്കും. അടുത്തതായി ബാഗിനകത്തൊരു ബുക്ക് വെച്ചിരിക്കുകയാണ് അകത്ത്. അപ്പോൾ ഇൻ ദി ബാഗ്. പിന്നെ പൂച്ച കർട്ടൻ്റെ പുറകിൽ നിൽക്കുകയാണ്. അപ്പോൾ ബിഹൈൻഡ് ദി കർട്ടൻ. കൈറ്റ് ട്രീയുടെ മുകളിൽ കൂടെ പോകുകയാണ്. അപ്പോൾ ഓവർ ദി ട്രീ. ഈ പിക്ചേഴ്സൊക്കെ കണ്ട് നിങ്ങൾക്ക് എളുപ്പമായില്ലേ? ബിഹൈൻഡ്, ഓവർ, അണ്ടർ, ഇൻ, ഓൺ, ഇതൊക്കെയാണ് ചില പ്രിപ്പോസിഷൻസ്. നമ്മൾ സമയം എഴുതുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവാറുണ്ട്, ഏത് പ്രിപ്പോസിഷനാണ് ഇതിൽ ഉപയോഗിക്കുകയെന്ന് അല്ലേ. സമയം എപ്പോഴും നമ്മൾ എഴുതുമ്പോൾ അറ്റ് എന്നാണ് ഉപയോഗിക്കുക. അതായത് അറ്റ് 3 o'clock, അറ്റ് 3:30 PM, അറ്റ് നൂൺ, അല്ലെങ്കിൽ അറ്റ് ഡിന്നർ ടൈം, അങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഇൻ എന്നുള്ള പ്രിപ്പോസിഷൻ്റെ ഉപയോഗം ആയാൽ, ഇയേഴ്സ് ആയാൽ, അല്ലെങ്കിൽ സെഞ്ച്വറീസ്, അല്ലെങ്കിൽ ലോങ് പീരീഡൊക്കെ എഴുതത്തില്ല. അപ്പം നമുക്ക് ഇൻ എന്നുള്ള പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ഇൻ മേ, ഇൻ സമ്മർ, ഇൻ ദി സമ്മർ ടൈം, അല്ലെങ്കിൽ ഇൻ 1990. അതായത് നമ്മൾ ഇയർ എഴുതുമ്പോൾ പലപ്പോഴും തെറ്റാറുണ്ട് അല്ലേ. ഇയർ എഴുതുമ്പോൾ എപ്പോഴും ഇൻ തന്നെയാണ് പ്രിപ്പോസിഷൻ ഉപയോഗിക്കുക. ടാസ്ക് എന്ന് വെച്ചാൽ ഈ പ്രിപ്പോസിഷൻസ് ഞാൻ പറഞ്ഞിട്ടില്ലേ, ആ പ്രിപ്പോസിഷൻസ് നിങ്ങൾ നോട്ട്ബുക്കിൽ നോട്ട് ഡൗൺ ചെയ്യുക കേട്ടോ.
എല്ലാം കൺഫ്യൂഷൻ ഒന്നും ആവണ്ട കേട്ടോ. ഈ പ്രിപ്പോസിഷൻസൊക്കെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. പിന്നെ കൺഫ്യൂഷൻ ആവാൻ വഴിയില്ല. എന്താണെന്ന് വെച്ചാൽ പിക്ചേഴ്സൊക്കെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും, നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കുകയും ചെയ്യും. അങ്ങനെ മറക്കൂല അല്ലേ പിക്ചേഴ്സൊക്കെ കണ്ടുപഠിച്ചാൽ. ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലേ? കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാറില്ലേ? ഇത് ഇന്നാണോ അറ്റാണോ അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും, നമ്മളെ സഹായിക്കും ഇംഗ്ലീഷ് പറയുമ്പോൾ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മിസ്റ്റേക്സ് അല്ലെങ്കിൽ ആൾക്കാരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് ഒന്നും ഭയക്കണ്ട. ആ ഭയം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് കളയുക, അത്രയേ ഉള്ളൂ. ജസ്റ്റ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഡോണ്ട് അഫ്രൈഡ് ടു മേക്ക് മിസ്റ്റേക്സ്. Okay then, thank you for watching. See you in the next video with the new exercise. Bye bye.